ഹലോ നമസ്കാരം, ഞാൻ അമലാണ്. നമ്മുടെ കേരളത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഒരു ശിവപാർവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുന്ന കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ തിരുവനന്തപുരംകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ക്ഷേത്രമാണ്. 111 അടി ഉയരമുള്ള ശിവലിംഗമുള്ളൊരു ശിവപാർവതി ക്ഷേത്രമാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കേട്ടോ ഇത്. അത് മാത്രമല്ല, നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം പിടിച്ചൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. ഇങ്ങോട്ടേക്ക് എത്താനുള്ള വഴി നോക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് ചെങ്കൽ മഹേശ്വരൻ ടെമ്പിൾ എന്നോ ശിവ ടെമ്പിൾ എന്നോ അല്ലെങ്കിൽ ചെങ്കൽ ടെമ്പിൾ എന്നൊക്കെ അടിക്കുമ്പോൾ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് വരും കേട്ടോ. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ, ഏകദേശം ഒരു 1.25 മണിക്കൂർ യാത്രയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വരുന്നവർക്ക് ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നെയ്യാറ്റിൻകര ബാലരാമപുരം വഴി വരുന്ന ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ അമരവിള അല്ലെങ്കിൽ വട്ടവിള അങ്ങനെയുള്ള സ്ഥലത്തേക്കുള്ള ബസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ എത്താം കേട്ടോ. അതുപോലെ തിരുവനന്തപുരം KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ ചെങ്കലിലേക്കും അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ്, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാനൊരു ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ബാക്കി ഡീറ്റെയിൽ ഒക്കെ മുമ്പോട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലോക പ്രശസ്തമായ 111 അടി ഉയരമുള്ള ആ ഒരു ശിവലിംഗത്തിന്റെ കാഴ്ചകൾ കാണാം. ഈ ഒരു ശിവലിംഗത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കയറിപ്പോകാൻ പറ്റും. ഇതിനകത്തൂടെ ലിഫ്റ്റൊന്നുമില്ല, നമുക്ക് നടന്ന് തന്നെ കയറിപ്പോകാൻ പറ്റും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ വൈകുണ്ഠ ദർശനവും കൈലാസ ദർശനവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ നമ്മളത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വൈകുണ്ഠ ദർശനവും കൈലാസ ദർശനവും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഈ ഒരു ശിവലിംഗത്തിനകത്ത് നമ്മൾ കയറി പോകുമ്പോൾ 8 തട്ടുകളായിട്ടാണ് കേട്ടോ ഈ ഒരു ശിവലിംഗത്തെ തിരിച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമുക്ക് കൈലാസം കാണാൻ പറ്റുന്നത്. നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലോ സ്ഥലങ്ങളിലോ ഒക്കെ പോകുന്ന പോലെയല്ല കേട്ടോ. ഇതിനകത്ത് നമുക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. നമുക്ക് 200 രൂപയാണ് ഒരു എൻട്രി ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് ഇതിനകത്ത് കയറാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ഗൈഡ് വന്ന് എല്ലാ കാര്യങ്ങളും, ഓരോ ഫ്ലോറിൽ എന്തൊക്കെയാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അവിടുത്തെ പ്രതിഷ്ഠ എന്താണ്, നമ്മളിത് കാണുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പറഞ്ഞു തന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളെ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയി ഏറ്റവും ടോപ്പിൽ കൈലാസം വരെ നമ്മളെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ കറക്റ്റ് ഒരു ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൈലാസ ദർശനം കഴിഞ്ഞ് ശൈന ഗണപതിയെയും അഷ്ടലക്ഷ്മികളെയും കണ്ട് വൈകുണ്ഠത്തെത്തി അനന്തശയനവും വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങളെയും കണ്ടാണ് നമ്മൾ താഴേക്ക് തിരിച്ചിറങ്ങുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മൊബൈൽ ഫോണോ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിനകത്തെ കാഴ്ചകളൊന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കേട്ടോ. നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഇവിടെ ലോക്കറിൽ വെച്ചിട്ട് വേണം അകത്തേക്ക് കയറി പോകാനായിട്ട്. നമ്മുടെ ഈ ഒരു ശിവലിംഗത്തിന്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ കാണാൻ പറ്റും. ഈ ഒരു കൗണ്ടറിലാണ് നമ്മുടെ ബാഗ്, ചെറിയ ബാഗൊക്കെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കൊണ്ടുപോകാം. വലിയ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും വെക്കുക. നമ്മുടെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിനൊരു ടിക്കറ്റ് ചാർജ് ഉണ്ട്, 200 രൂപയാണ് നേരത്തെ പറഞ്ഞതുപോലെ. ആ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരണം. അതായത് നമ്മൾ കയറി വരുമ്പം തന്നെ ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രം അകത്തേക്ക് കയറി വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും. എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നിട്ട് തിരിച്ചു പോയാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് കൗണ്ടർ കറക്റ്റ് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രസാദങ്ങൾ, പായസവും ഉണ്ണിയപ്പവും ഒക്കെ മേടിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. ടിക്കറ്റ് ചാർജ് 200 രൂപയാണെന്ന് പറഞ്ഞ് ആരും കയറി കാണാതെ പോരുത്. മസ്റ്റായിട്ട് നമ്മൾ ഇവിടെ വന്ന് ഈ പുറത്ത് നിന്ന് കാണുന്ന കാഴ്ചയേക്കാളും ഭംഗി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു കൈലാസമൊക്കെ കണ്ട് വൈകുണ്ഠമൊക്കെ കണ്ട് ആ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ഈ കാണുന്ന പോലെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി പോകാൻ പറ്റും. ഇവിടെ എത്തിയതിന് ശേഷം ഈ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഈ നമ്മുടെ ഒരു ഹനുമാൻ്റെ ഇത് കാണുന്നില്ല, ഇതിനകത്തൂടെ ഇറങ്ങി ഈ റൈറ്റ് സൈഡ് കാണുന്നതിനകത്തൂടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാഗൊക്കെ വെച്ചൊരു കൗണ്ടർ കണ്ടില്ലേ, ആ ഒരു കൗണ്ടറിൽ, അതായത് ശിവലിംഗത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രൻസിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു 100 രൂപ അടച്ചു കഴിഞ്ഞാൽ ജലധാരയ്ക്കുള്ളൊരു സ്ലിപ്പ് കിട്ടും. അത് മേടിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള ക്ഷേത്രത്തിലെ പോലെയല്ല, നമുക്ക് തന്നെ ജലധാര ചെയ്തിട്ട് കയറി പോകാൻ പറ്റും അകത്തെ ഒരു ശിവലിംഗത്തിനകത്ത് കേട്ടോ. ഞാൻ നേരത്തെ ടിക്കറ്റ് കയറി പോകുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബാച്ചായിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു 10 പേര് വെച്ചൊക്കെ ആയിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരു 10 പേര് ആകുന്നത് വരെ. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തില്ല, പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ആ ഒരു ബാച്ച് കയറി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തില്ല, അറിയാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടാണ് ഞങ്ങളുടെ ബാച്ചിനെ കൊണ്ടുപോയത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് കേട്ടോ ഇത്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ശിവലിംഗത്തിനകത്തേക്ക് കയറി പോകാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഗൈഡ് പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ എല്ലാ ശിവക്ഷേത്രങ്ങളും സന്ദർശിച്ചതിന് ശേഷമാണ് ഈ ഒരു ശിവലിംഗം ഉണ്ടാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കിയതെന്നാണ് കേട്ടോ. അതായത് പുള്ളി പറഞ്ഞു തന്നത് ഇന്ത്യയിലുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളും പോയി ദർശനം നടത്തുന്നതിന് തുല്യമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് ഈ ഒരു ശിവലിംഗത്തിനകത്ത് കയറി ഈ ദർശനം നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃക ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് വന്ന് ഒരുമിച്ച് ദർശിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പോയിട്ടുള്ള മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തൊരു പ്രത്യേകതയാണ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഗണപതി ഭഗവാന്റെ 32 ഭാവരൂപങ്ങളെയും പ്രത്യേകം പ്രതിഷ്ഠകളായിട്ട് ഈ ഒരു ക്ഷേത്രത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പലപ്പോഴും പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അതുപോലെ പാട്ടുകളിലൂടെയും വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇതുപോലെ പല ഗണപതിയുടെ പ്രതിഷ്ഠകളെ കുറിച്ച്. പക്ഷെ അതൊന്നും നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിക്കാത്തതിൻ്റെ കാരണം അറിയാമല്ലോ. അതൊക്കെ വീഡിയോയിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രതിഷ്ഠയുടെയൊക്കെ രൂപം വീഡിയോയിൽ ചിത്രീകരിക്കുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ ഒന്നും കാണിക്കാത്തത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 4:30 മുതൽ രാത്രി 8:30 വരെയാണ് കേട്ടോ ടൈമിംഗ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പൂജകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്ര നടയടപ്പും കാര്യങ്ങളൊക്കെ പതിവ് പോലെ നടക്കും. നമുക്ക് ശിവലിംഗത്തിനകത്തേക്ക് ഈ ഒരു ടൈമിങ്ങിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നല്ല വലിയ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ് വരുന്നവർക്കായാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കടകളും കാര്യങ്ങളും നമുക്ക് ആഹാരം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് അത്യാവശ്യം ഫ്രഷപ്പ് ആവാനുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കണ്ട. താങ്ക്